കേരളം അത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്ന സമൂഹമായിട്ട് മാറുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സർക്കാരിനും ചിന്തിക്കാൻ പറ്റും. സംഭവിക്കുന്നത് പെട്ടെന്ന് 10 മണി നിർത്താൻ വേഗം തന്നെ വെള്ളം മുഴുവൻ അടിക്കുക എന്നുള്ളൊരു സംഭവം, അതല്ലാതെ ഒരു സോഷ്യൽ അതാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്തരം സോഷ്യൽ ഡ്രിങ്കിങ് എന്നുള്ള ഒരു സംഭവം സർക്കാർ മുൻകൈ എടുക്കുക എന്നുള്ളതല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും അതിനോടായിരിക്കും സർക്കാർ പ്രതികരിക്കുക. അങ്ങനെയല്ലേ? പക്ഷേ ഈ 10 മണി ഒരു ഇതല്ലേ, 10 മണിയൊക്കെ ഒരു ടൗണിലാണ് അതിനൊരു റിലാക്സേഷൻ. മറ്റേ 9 മണി അല്ലല്ല, 9 ഇപ്പോ മറ്റേ 11 നമ്മള് ടൂറിസം കേന്ദ്രങ്ങളിൽ 11. അല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ പൊതുവായ ഒരു സമവായം ഉണ്ടാവേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം ആണ് ഇതിലൊക്കെ പ്രധാനം. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി തുറന്ന സമീപനം എല്ലാവരും പുലർത്തേണ്ടതുണ്ട്. ഈ ഡ്രൈ ഡേയ്സ് ഇതൊക്കെ പറയുന്നത് ടൂറിസം അവർ വന്നിട്ട് അവർക്ക് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ 2 നയത്തിലും ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു വരുമാനമാണല്ലോ ടൂറിസം എന്നത്. ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും കണക്കിലെടുക്കേണ്ടതുണ്ട്. BEPCO ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടല്ലോ, ഡ്രൈ ഡേ 1-ാം തീയതി മാറ്റിയിട്ട് അവർക്ക് ബാക്കി അവധികളുടെ കൂടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയുന്നത് ശരിയല്ല. നയം ക്യാബിനറ്റ് ചർച്ച ചെയ്യാനിരിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ഇതിലൊക്കെ ഒരു കേരളം കുറേം കൂടി ഒരു തുറന്ന സമൂഹം ആയിട്ട് മാറണം. അപ്പോൾ ഒരു തുറന്ന സമീപനം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാവണം. മദ്യത്തിൻ്റെ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളൊരു തരം കപടമായിട്ടുള്ള ഇത്തരം പിടിവാശികൾ പറയുക, അത് പറയുന്നവർ തന്നെ പലരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വൈരുദ്ധ്യം. വിശ്വസിക്കുന്ന കാര്യമല്ല പറയണത്. അപ്പോൾ മറ്റ് പല താല്പര്യങ്ങളുമാണ് അതിനുള്ളത്. ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് സർക്കാരിൻ്റെ മാത്രം ഒരു തീരുമാനം കൊണ്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളല്ല. സമൂഹത്തിലാകെ ഒരു സമവായം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതനുസരിച്ചാണ് മുന്നോട്ട് പോകാൻ പറ്റുക. മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മളിപ്പോൾ കാണുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ BEPCOയുടെ കാര്യത്തിൽ 9 മണി കഴിഞ്ഞാൽ ക്യൂ നിൽക്കുന്നവർക്ക് കൊടുക്കാം. ഇതിന്റെ മറ്റേ ഇനിഷ്യേറ്റീവ്സ് വളരെ സ്ലോ ആണ്. ചെറിയ ചെറിയ ഒരു ലാർജ് സ്കെയിൽ ചേഞ്ചസ് നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു തുറന്ന സമീപനം ഉണ്ടാവുമ്പോൾ നമുക്ക് നയങ്ങളിലും കുറച്ചുകൂടി തുറന്ന സമീപനം ഉണ്ടാവും. ഇത് രാഷ്ട്രീയമാണോ ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ ചേഞ്ചസ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണം? പല കാരണം രാഷ്ട്രീയമുണ്ട്, സാമൂഹികമായൊരു യാഥാസ്ഥിതികത്വമുണ്ട്. ഈ എന്താ പറയുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പുലർത്തുന്ന മറ്റേ ഈ സദാചാര നിബന്ധനകളുണ്ട്. ഇതെല്ലാം കാരണമാണ്. ഈ മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം ചോദിച്ചിട്ട്, മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൽ ഇരുന്നിട്ട് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന് എത്രമാത്രം മാറി നിൽക്കാൻ പറ്റും ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന്? കാരണം കേരളത്തിൽ മദ്യം ഒഴുക്കുകയാണ് എന്ന് സ്ഥിരമായി അലമുറ കൂട്ടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ഞാനത് ഉപയോഗിച്ചത് എന്താ വെച്ചാൽ, എല്ലായ്പ്പോഴും ഈ വിഷയം വരുമ്പോൾ കേരളത്തിൽ മദ്യം ഒഴുക്കുന്നുവെന്ന് ഏറ്റവും കൂടുതലായിട്ട് വിമർശിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. മറ്റൊന്ന്, ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും മദ്യപിക്കുന്നവർ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് മദ്യം ഒരു മോശപ്പെട്ട സാധനമാണ് എന്നൊരു മെസ്സേജ് കൊടുക്കുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഭരണത്തിൽ ഇരുന്നിട്ട് മനോഭാവം മാറണം, നമ്മൾ കുറച്ചുകൂടെ തുറന്ന സമീപനം വേണം എന്ന് പറയാൻ പറ്റുക? അതിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം. രണ്ടാണ്. മദ്യം പ്രോത്സാഹിപ്പിക്കുന്നൊരു നിലപാടല്ല ഇടതുപക്ഷത്തിനുള്ളത്. അത് ഇടതുപക്ഷത്തിൻ്റെ ജോലിയോ ഉത്തരവാദിത്വമല്ല മദ്യം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള സമീപനമാണ് ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിലുള്ളത് എന്നതുകൊണ്ടാണ് മദ്യനിരോധനത്തെ ഞങ്ങളൊരിക്കലും ഒരു കാലത്തും പിന്താങ്ങാത്തത്. ഒരു കാലത്തും മദ്യനിരോധനത്തെ പിന്താങ്ങിയിട്ടില്ല, മദ്യനിരോധനത്തിൻ്റെ വക്താക്കളുമായിരുന്നില്ല. പക്ഷെ മദ്യവർജനം, ഗാന്ധിയും പറഞ്ഞത് മദ്യവർജനത്തെക്കുറിച്ചാണ്. മദ്യവർജനം എന്നത് ആണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതായത് മദ്യം എല്ലാവരും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തമില്ല ഇടതുപക്ഷത്തിനില്ല. മദ്യം ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. മദ്യം മാത്രമല്ല, പുകവലിയും ഉപേക്ഷിക്കേണ്ട ഒരു ശീലമാണ്. അപ്പോൾ അതാണ് ഇടതുപക്ഷ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക എന്നതല്ല, നിരോധനം അടിച്ചേൽപ്പിക്കുക. അങ്ങനൊരു നിലപാട് ഒരു കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിച്ചത് ആരാണെന്ന് അറിയാം. ആ സ്വീകരിച്ചതിൻ്റെ കൂടി കെടുതി ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്നത്തെ ആ നിരോധനത്തിൻ്റെ കൂടി കെടുതിയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഇത് നിരോധിച്ച എല്ലായിടത്തെയും അനുഭവം എന്താണെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഒന്ന്. രണ്ട്, ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ച്
മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഒരു അച്ചടക്കത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം പാർട്ടി അംഗങ്ങൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചുമതലകൾ നിർവഹിക്കേണ്ടവരാണ്. അങ്ങനെയാണ് അവരെ കാണുന്നത്. അതുകൊണ്ടാണ് പാർട്ടി മെമ്പർഷിപ്പ് മറ്റെല്ലാ പാർട്ടികളുടെയും പോലെ ഒന്നല്ല. പല ഘട്ടങ്ങളിലുള്ള സ്ക്രീനിങ്ങും സ്ക്രൂട്ടനിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ പാർട്ടി മെമ്പറാകുന്നത്. നേരിട്ടൊരാൾക്ക് വന്നിട്ട് CPM മെമ്പറാകാൻ പറ്റില്ല. കാരണം അവരെ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വലിയ ചുമതലകൾ നിറവേറ്റേണ്ടവരായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം അതിൽ ആ അച്ചടക്കം പാലിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഇത് മാത്രമല്ല, മറ്റ് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാവുന്ന എല്ലാ കാര്യവും ഒരു പാർട്ടി മെമ്പർക്ക് ചെയ്യാൻ പറ്റില്ല. അത് പാർട്ടി മെമ്പർ സ്വയം തീരുമാനിക്കുന്ന കാര്യമാണ്. പാർട്ടി മെമ്പർ ആവണമെന്നുള്ളത് സ്വയം തീരുമാനിക്കുന്ന കാര്യമാണ്. പാർട്ടി മെമ്പർഷിപ്പിലേക്കും ആരെയും ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നതല്ലോ. പാർട്ടിയുടെ ഭരണഘടന, മറ്റേ പരിപാടി, ഇത് മാർക്സിസം ലെനിനിസം ഇതെല്ലാം അംഗീകരിച്ച് പ്രവർത്തിക്കുമെന്ന് സ്വയം ഒപ്പിട്ടിട്ടാണ് പാർട്ടി മെമ്പറാവുന്നത്. സ്വയം എടുക്കുന്ന തീരുമാനമാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരാൾക്ക് പാർട്ടി അച്ചടക്കം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ മദ്യപാനം പാടില്ല എന്ന് പറഞ്ഞു. സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്, സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. പാർട്ടി അംഗങ്ങൾക്ക് ഈ അച്ചടക്കം ബാധകമാണ്. CPM കേഡേഴ്സൊക്കെ മദ്യപിക്കാത്ത ആൾക്കാരാണ്. അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം എല്ലാ കാര്യത്തിലും ഈ അച്ചടക്കം എല്ലാവർക്കും പാലിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ആ അച്ചടക്കം ലംഘിക്കുന്നവരുണ്ടാവാം. പക്ഷേ ആ അച്ചടക്ക ലംഘനത്തിന് ഔദ്യോഗികമായ അംഗീകാരം കൊടുക്കാൻ പറ്റില്ല. മലയാളികളെ മദ്യവർജനം വൈകിട്ട് 5 മണി വരെ മിക്കവാറും നമ്മൾ ഈ കളറ് ചേർത്ത സ്പിരിറ്റ് കൊടുക്കുന്നതിനെക്കാളും ക്വാളിറ്റി മദ്യം കൊടുക്കാനുള്ള ഏർപ്പാട് നേരത്തെ പണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. ക്വാളിറ്റി മദ്യമാണല്ലോ കൊടുക്കുന്നത് ഇപ്പോൾ. അങ്ങനെ പറയുന്നില്ല. ഒന്നാമത് ബെവ്കോ വഴിയാണ് കൊടുക്കുന്നത്, അല്ലാതെ വ്യാജമദ്യം തന്നെയല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത്. രാജമദ്യത്തിലല്ലോ, കാരണം ഇവിടെ സ്പിരിറ്റ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഒറിജിനൽ നമുക്ക് സ്പിരിറ്റ് ആണ് അതിന്റെ നമ്മുടെ വാദ്യാലയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്തുകൂടെ? ഫ്രൂട്ട് വൈനറീസ് അതും തീരുമാനിച്ചിട്ടുണ്ടല്ലോ, നയത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാർഷിക യൂണിവേഴ്സിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ? പിന്നെ ഒരു സഹകരണ സംഘം അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംരംഭകർ മുന്നോട്ട് വരില്ലേ ചെയ്യേണ്ടത്. തടസ്സം സർക്കാരിൻ്റെ ഭാഗത്ത് തടസ്സമില്ല. പഴവർഗ്ഗങ്ങളിൽ നിന്ന് വൈനുണ്ടാക്കുന്നതിനൊന്നും തടസ്സമില്ല. ലൈസൻസ് കൊടുക്കും. നികുതി നിരക്ക് നിശ്ചയിക്കാനുണ്ടെന്ന് മാത്രം. ജവാന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഈ പന്തളത്ത് ഓട്ടോമേറ്റഡ് ലൈൻ വരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ പാലക്കാട് ഡിസ്റ്റിലറിന്ന് ബ്രാൻഡി, അതിൻ്റെയൊക്കെ പാലക്കാട് ഡിസ്റ്റിലറിയുടെ ഇപ്പോൾ സാങ്കേതിക അനുമതിയായി. കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് സാങ്കേതിക അനുമതി പാലക്കാട് ഡിസ്റ്റിലറിക്ക് ആയിട്ടുണ്ട്. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇവിടെ തിരുവല്ലയിലും തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്ത് നിർമ്മിക്കേണ്ടതെന്നുള്ള കാര്യം തീരുമാനം എടുത്തിട്ടില്ല. അതിൻ്റെ മറ്റ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. നമുക്കൊരു 1 വർഷത്തിനകം അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഈ ജവാന് നല്ല ഡിമാൻഡുണ്ട്. ഇതിന്റെ ലൈൻ ഓട്ടോമേഷനും എക്സ്പോർട്ടും ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പ്ലാനിങ്? അല്ല, ഇവിടെ പാലക്കാട് വരുമ്പോൾ അവിടെയും ഉൽപ്പാദനം ഉണ്ടാവും. ഏതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. തിരുവല്ലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യൻ സ്പിരിറ്റ്സ് ആൻഡ് വൈൻ അസോസിയേഷൻ്റെ സ്റ്റഡി വെച്ചിട്ട് കേരളത്തിലാണ് ഏറ്റവും കുറവ് ബാർ ഇതുള്ളത്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു 1 lakh പോപ്പുലേഷൻ 0.8 ആണ് ഔട്ട്ലെറ്റ് ഉള്ളത്. അത് ഈ പല ഔട്ട്ലെറ്റുകൾ മനുഷ്യർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത, കുടുംബങ്ങളായിട്ട് പോയി വന്ന് മദ്യം മേടിപ്പിക്കാൻ പറ്റാത്ത, വളരെ ഡാർക്ക്, ഡിങ്കി, നാരോ ഇങ്ങനെയുള്ള പോപ്പുലേഷൻ ആണെങ്കിലും ഏരിയ വൈസ് ആണെങ്കിലും ഏറ്റവും കുറവ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് കേരളത്തിലാണ്. ഇതിൽ എന്തെങ്കിലും ഒരു മാർഗങ്ങൾ ഈ ഔട്ട്ലെറ്റ് എണ്ണം കൂട്ടേണ്ടതാണെന്നാണ് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ എണ്ണം കൂട്ടാൻ നമ്മൾ നേരത്തെ അനുമതി കൊടുത്തത് തുറക്കാൻ തീരുമാനിച്ചിരുന്നു. നേരത്തെ അനുമതി കൊടുത്ത് 250 എണ്ണം ഉണ്ട്, അത് തുറക്കാൻ തീരുമാനിച്ചു. പലയിടത്തും ഇങ്ങനെയുള്ള പബ്ലിക് പ്രൊട്ടസ്റ്റും മറ്റുമൊക്കെ വരുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ടാണ് ഈ നല്ല സ്ഥലങ്ങൾ പലപ്പോഴും കിട്ടാത്തത്. ഈ പ്രതിഷേധവും മറ്റും കാരണം കിട്ടുന്ന സ്ഥലം ഈ പറഞ്ഞ പോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയി പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങണം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ചിലയിടത്തൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള നല്ല നിലയിലുള്ള പ്രീമിയം ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ലെറ്റുകൾ ആളുകൾക്ക് കയറി ചെല്ലാവുന്ന, മറ്റേ എന്താ പറയുക, ഈ മുഖം മറച്ച് ഈ നാണക്കേടോടുകൂടി പോയിട്ട് ക്യൂ നിന്ന് വാങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പുതിയ പോളിസിയെ കുറിച്ചിട്ട് പല രീതിയിലുള്ള റിപ്പോർട്ടുകളും എക്സൈസ് പോളിസിയെ കുറിച്ച്
പക്ഷേ എന്താണ് ഒരു താമസം? ഇല്ല, ഉടൻ വരും. ക്യാബിനറ്റിൽ 2 തവണ ചർച്ച ചെയ്തു. ഇപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വന്നു. അതുകൂടി കണക്കിലെടുത്ത് ഉടൻ മിക്കവാറും അടുത്ത ക്യാബിനറ്റിൽ അത് അന്തിമമാക്കും. ഇതിനകത്ത് പറയുന്നത് IT പാർക്സുകൾ അല്ലെങ്കിൽ അത് നേരത്തെ തീരുമാനിച്ചു. അത് നേരത്തെ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ പോളിസി തന്നെ വന്നതും അത് പ്രകാരമുള്ള റൂൾ അമെൻമെൻ്റ് ഒക്കെ വരുത്തിയതുമാണ് IT പാർക്കിൽ കൊടുക്കുന്നതിന്.